നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫ് മേഖലയിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമുള്ള നിർബന്ധിത സമ്പർക്ക വിലക്ക് ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയിരിക്കുകയാണ്. എന്നാൽ തന്നെയും ഒരു മുഴം മുന്നേ കേരളം സമ്പർക്ക വിലക്ക് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പനിയോ മറ്റു രോഗലക്ഷണങ്ങളോ കാണുന്നവരെ മാത്രമേ മെഡിക്കൽ ഐസൊലേഷൻ കേന്ദ്രങ്ങളിൽ താമസിപ്പിക്കൂ എന്നും മറ്റുള്ളവർക്ക് വീടുകളിൽ തന്നെ സമ്പർക്ക വിലക്കിൽ കഴിയാമെന്നും അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോഴാ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന യാത്രക്കാരുടെ നീക്കങ്ങൾക്ക് പൊതു നടപടിക്രമം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഒന്നാമത്തേത്, COVID-19 ബാധിത രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളുടെ എത്തിച്ചേരൽ ഒരേ സമയമാകാതെ ശ്രദ്ധിക്കണമെന്ന് വിമാനത്താവള അധികൃതർക്ക് വ്യോമയാന മന്ത്രാലയം നിർദ്ദേശവും നൽകും. അങ്ങനെ ചെയ്താൽ യാത്രക്കാരുടെ ഒഴുക്ക് അവരുടെ പരിശോധനയെ ബാധിക്കാതിരിക്കും. 2, പ്രത്യേക എയ്റോ ബ്രിഡ്ജിൽ നിന്ന് യാത്രക്കാരെ പ്രാഥമിക താപ പരിശോധനയ്ക്ക് വിമാന കമ്പനി ജീവനക്കാരുടെ അകമ്പടിയോടെ വിമാനത്താവളത്തിലെ ഹെൽത്ത് കൗണ്ടറിൽ എത്തിക്കും. രോഗലക്ഷണങ്ങളുള്ള യാത്രക്കാരെ ഐസൊലേറ്റ് ചെയ്യുകയും പൊതു നടപടിക്രമം അനുസരിച്ച് നിശ്ചിത ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യും. പരിശോധനയിൽ രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത യാത്രക്കാരെ നടപടിക്രമം അനുസരിച്ച് അവർക്കായി നിശ്ചയിച്ച ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് പാസ്പോർട്ടും സ്വയം പൂരിപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ പകർപ്പുമായി പോകാൻ അനുവദിക്കും. ഒപ്പം ശ്രദ്ധിക്കുക, എത്തിച്ചേർന്ന യാത്രക്കാർ ഈ ഫോം കൃത്യമായി പൂരിപ്പിക്കുന്നുണ്ടെന്ന് വിമാനത്തിനും വിമാനത്താവളത്തിനുമുള്ള വിമാന കമ്പനി ജീവനക്കാർ ഉറപ്പുവരുത്തിയിരിക്കണം. നിശ്ചിത ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് യാത്രക്കാരെ അയച്ച ശേഷം ഏതെങ്കിലും യാത്രക്കാർ സ്വന്തം നിലയിൽ മറ്റേതെങ്കിലും ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് പോയാൽ ഇമിഗ്രേഷൻ ജീവനക്കാർ അവരെ നിശ്ചിത കൗണ്ടറിലേക്ക് അയക്കേണ്ടതാണ്. ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയായ ശേഷം യാത്രക്കാരുടെ പാസ്പോർട്ട് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ പക്കൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. യാത്രക്കാരുടെ 30 പേർ വീതമുള്ള ബാച്ചുകളെ CISFന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവള അതോറിറ്റിയുടെയും ഡൽഹി പോലീസിലെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന 5 അംഗ അകമ്പടി സംഘത്തിന് കൈമാറുന്നതായിരിക്കും. ഈ യാത്രക്കാരുടെ പാസ്പോർട്ടുകൾ സംഘത്തെ നയിക്കുന്ന CISF ഉദ്യോഗസ്ഥരെ ഇമിഗ്രേഷൻ ജീവനക്കാർ കൈമാറുകയും ചെയ്യും. ഒരു സാഹചര്യത്തിലും പാസ്പോർട്ട് യാത്രക്കാർക്ക് കൈമാറാനും പാടില്ല. യാത്രക്കാരുമൊത്തുള്ള സംഘം ലഗേജുകൾ കൈപ്പറ്റുന്നതിന് ലഗേജ് ബെൽറ്റിനടുത്തേക്ക് എത്തണം. ആരുടെയെങ്കിലും ലഗേജ് എത്താൻ വൈകുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ ആ യാത്രക്കാർ അകമ്പടി സംഘത്തിലെ ഒരാൾക്കൊപ്പം അവിടെ തുടരുകയും മറ്റുള്ളവർ കസ്റ്റംസ് പരിശോധനയ്ക്കായി പോവുകയും ചെയ്യണം. കസ്റ്റംസ് പരിശോധന പൂർത്തീകരിക്കുന്നതിന് കാലതാമസം വന്നാൽ ആ യാത്രക്കാർ സംഘത്തിലെ ഒരു അംഗത്തിനൊപ്പം അവിടെ തുടരുകയും മറ്റുള്ളവർ അടുത്ത നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യണം. യാത്രക്കാരുമായുള്ള സംഘം ഡൽഹി സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള പരിശോധനാ സാമഗ്രികളുമായി നിയന്ത്രിക്കുന്ന പ്രത്യേക സ്ഥലത്ത് എത്തിച്ചേരണം. കൺട്രോൾ റൂം ഇൻചാർജ് അവിടുത്തെ മേൽനോട്ട ഏകോപന ചുമതലകൾ നിർവഹിക്കുന്നതായിരിക്കും. അവിടെ കൺട്രോൾ റൂമിനോടൊപ്പം ഡൽഹി ഗവൺമെന്റ് നിയോഗിച്ച മെഡിക്കൽ ഓഫീസർമാരും പാരാമെഡിക്കൽ ജീവനക്കാരും നിയന്ത്രിക്കുന്ന 5 പരിശോധനാ കൗണ്ടറുകളും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അകമ്പടി സംഘം കൺട്രോൾ റൂം ഇൻചാർജിന്റെ അടുക്കൽ റിപ്പോർട്ട് ചെയ്യുകയും ഇദ്ദേഹം ആ ബാച്ചിന് ഒരു കൗണ്ടർ അനുവദിക്കുകയും ചെയ്യും. നിശ്ചിത കൗണ്ടറിൽ ആ ബാച്ചിലെ മുഴുവൻ യാത്രക്കാരുടെയും പാസ്പോർട്ടുകൾ കൗണ്ടറിന്റെ ചുമതലയുള്ള മെഡിക്കൽ ഓഫീസർക്ക് അകമ്പടി സംഘത്തിന്റെ തലവൻ കൈമാറും. ഇവിടെ യാത്രക്കാരെ പരിശോധിക്കുകയും എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണപരമായ സംശയങ്ങളില്ലാത്തവരെ അവരുടെ പാസ്പോർട്ട് നൽകി വീട്ടിലെ നിരീക്ഷണവാസത്തിനായി അയക്കുകയും ചെയ്യും. ഭവന നിരീക്ഷണ കാലത്ത് അതിന്റെ നിബന്ധനകൾ കൃത്യമായും പാലിക്കണമെന്നും അല്ലെങ്കിൽ ചട്ടപ്രകാരമുള്ള ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നുമുള്ള സത്യവാങ്മൂലം അവരിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും. മഹാരാഷ്ട്രയിൽ ചെയ്തതുപോലെ ഭവന നിരീക്ഷണത്തിലുള്ള യാത്രക്കാർക്ക് പ്രത്യേക മുദ്ര പതിപ്പിക്കുന്നതിനുള്ള സാധ്യതയും തേടും. ഈ യാത്രക്കാരെ IDSP അതായത് സംയോജിത രോഗ നിരീക്ഷണ പരിപാടിയുമായി ബന്ധിപ്പിക്കുന്നതാണ്. ഈ ആവശ്യത്തിന് ഡൽഹി സംസ്ഥാന IDSP സംഘത്തെ ഡൽഹി ഗവൺമെന്റ് നിയോഗിക്കുകയും ചെയ്യും. കൂടുതൽ രോഗസാധ്യതയുള്ള യാത്രക്കാർക്ക് നിരീക്ഷണവാസം സജ്ജീകരിക്കുന്നത് പണം കൊടുക്കുന്ന ഹോട്ടലുകളാണോ അതോ ഗവൺമെന്റിന് കീഴിലുള്ള സൗകര്യത്തിലാണോ, അതായത് ലഭ്യത അനുസരിച്ച് എന്ന് നിർദ്ദേശിക്കുന്ന സത്യവാങ്മൂലം ആദ്യം തന്നെ പൂരിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. അതിനുശേഷം സംസ്ഥാന ഗവൺമെന്റ് നൽകിയിരിക്കുന്ന പട്ടികയിൽ നിന്ന് ലഭ്യമായ നിരീക്ഷണവാസ സൗകര്യത്തിൽ താമസിപ്പിക്കും. സംസ്ഥാന ഗവൺമെന്റ് ലഭ്യമാക്കിയ യാത്രാ സൗകര്യത്തിലേക്ക് എത്തിക്കുന്നതുവരെ അകമ്പടി സംഘം ഇവർക്കൊപ്പം ഉണ്ടായിരിക്കും. നിർദ്ദിഷ്ട മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഈ യാത്രക്കാരെ നിരീക്ഷണത്തിലാക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.